ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രത്യേകമായി എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നിയോഗമായി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ പണിയും ജോലിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് അല്പസമയം കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസ്നേഹത്തിൽ ഐക്യപ്പെട്ട് ഒരു കുടുംബമായി ഈ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമായി നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം എല്ലാം മറന്ന് വലിയ ആനന്ദത്തോടെ നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ശോയേ ഹല്ലേലൂയ. ആത്മനിറവിൽ കർത്താവിൻ സ്നേഹത്തിൽ നിത്യം വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നൽവരം നൽകിടണേ. ആഗ്രഹിച്ചു പാടി എല്ലാവരും അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അനേക ആയിരങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ. വിദ്വേഷത്തിന്റെ മാത്സര്യത്തിന്റെ വെറുപ്പിന്റെ എല്ലാ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. അല്പകൂടി സ്വരമുയർത്തി ശക്തിയോടെ കരമടിച്ച് കർത്താവിൻ സ്നേഹത്തിൽ നിത്യം വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നൽവരം നൽകിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. പറഞ്ഞു പാടിയേ. അഭിഷേക അധികാരത്തോടെ പറഞ്ഞേ. അധികാരത്തോടെ പ്രഖ്യാപിക്കും. പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒന്ന് ആഗ്രഹിച്ച മക്കളെ. ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം അഭിഷേകത്തോടെ കരമടിച്ച് തിരു രക്തത്തിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. തിരു രക്തത്തിന്റെ മറവിലാണ് ഞാൻ. ദുഷ്ടപിശാചേ എന്നെ തൊടാൻ നിനക്ക് പറ്റില്ല. ഞാൻ ദൈവത്തിന്റെ പൈതലാ, ഞാൻ ദൈവമകനാ. കരങ്ങൾ ഉയർത്തിയടിച്ച് ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അഭിഷേകം കത്തട്ടെ, കത്തട്ടെ. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. യേശുവേ, യേശുവേ. അഭിഷേകം പെയ്യട്ടെ, പെയ്യട്ടെ. വിശ്വാസം ശക്തിയോടെ കരമടിച്ച് തിരു രക്തത്തിൻ മറവിലാണ് ഞാൻ. എന്നെ വിശ്വാസം വർദ്ധിപ്പിക്കേ. ഒന്ന് ഏറ്റുപാടിക്ക മക്കളെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. കുടുംബങ്ങളിലുള്ള ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ. വ്യക്തിജീവിതത്തിലുള്ള സാത്താന്യ സുഖങ്ങൾ ഒടിയട്ടെ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ അഭിഷേകം വർദ്ധിപ്പിക്കണേ. എന്റെ അഭിഷേകം വർദ്ധിപ്പിക്കണേ. ദൈവവചനത്തിൻ മറവിൽ ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ദൈവവചനത്തിൻ മറവിൽ എന്റെ വിശ്വാസം എല്ലാം മറന്ന് പാടി പാടി കർത്താവിനെ ആരാധിക്കും മക്കളെ. തിരു രക്തത്തിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒരിക്കൽ കൂടെ രക്തത്തിൻ മറവിലാണ് ഞാൻ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവിനെ വിളിച്ച്, യേശുവിന്റെ നാമത്തെ വിളിച്ച് തിരു രക്തത്തിൻ മറവിലാണ്. യേശുവേ, യേശുവേ, യേശുവേ. വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കും മക്കളെ. യേശുവേ, യേശുവേ, യേശുവേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ കരങ്ങൾ നീട്ടണമേ, അഭിഷേകത്തിന്റെ കരങ്ങൾ നീട്ടണമേ. പിശാചിന്റെ വഞ്ചനകള്, സാത്താന്റെ ചതികള് തകർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പവിശ്വാസത്തിന്റെ, അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ എല്ലാ ബന്ധന കെട്ടുകളും ചിതറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സകല മഹത്വത്തോടെ വരണമേ. അവിടുത്തെ പരിശുദ്ധന്മാരോട് കൂടെ വരണമേ. മുഖ്യ ദൂതന്മാരെ, വിശുദ്ധ മിഖായേല്, ഗബ്രിയേല്, റാഫയേല് ഇറങ്ങി വരണമേ. സ്വർഗീയ അഭിഷേകമായി ഇറങ്ങി വരണമേ. അനേകം ആയിരങ്ങള് കെട്ടിവെച്ചിരിക്കുന്ന സാത്താന്യ ബന്ധന കെട്ടുകളെ പൊട്ടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മദ്യപാനത്തിന്റെ, മയക്കമരുന്നിന്റെ, ലൈംഗിക വഷളത്തരത്തിന്റെ, ജഡമോഹത്തിന്റെ, രോഗചിന്തകളുടെ, നിരീശ്വര വാദങ്ങളുടെ എല്ലാ പൊയ്മുഖങ്ങളെയും പരിശുദ്ധാത്മാവേ വലിച്ചു കീഴണമേ. വിശ്വാസം വർദ്ധിക്കട്ടെ, വിശുദ്ധി വർദ്ധിക്കട്ടെ, അഭിഷേകം വർദ്ധിക്കട്ടെ, ദൈവ സ്നേഹം വർദ്ധിക്കട്ടെ, നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്തിസ്റ്റ് ചിന്തകള്, സെക്കുലറിസത്തിന്റെ പൊയ്മുഖങ്ങള് പരിശുദ്ധാത്മാവേ പൊളിക്കണമേ, തകർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ, തിരുസഭയിൽ, സഭാ സമൂഹങ്ങളിൽ, ദേശങ്ങളിൽ വിശ്വാസം വളരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് അനേകരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. അനേക അത്ഭുത വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അനേകരിലേക്ക് ശക്തമായ അത്ഭുത അഭിഷേകം പ്രവഹിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ അനേകരെ പരിശുദ്ധാത്മാവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. അനേകം കുടുംബങ്ങളിൽ ഇതാ കർത്താവിന്റെ സാന്നിധ്യം ഒന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേകം ജീവിതങ്ങളെ കർത്താവ് തന്റെ മഹത്വമേറിയ തേജസ്സിനാൽ പൊതിഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവേ, പകരുക, പകരുക, പകരുക. നിന്റെ ജനത്തിന്റെ മേൽ നിന്റെ സാന്നിധ്യം പകരുക. റിവീൽ, റിവീൽ, റിവീൽ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകിച്ച് എല്ലാ യുവജനങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് പരിശുദ്ധ ത്രിത്വത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സാത്താന്റെ വഞ്ചനയെ കുറിച്ചാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 3-ാമത്തെ തിരുവാക്യം. അവിടെ ദൈവത്തിന്റെ വചനപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൊരിന്തോസ് സഭയിലെ വിശ്വാസികളെ നോക്കി അപ്പോസ്തലനായ പൗലോസ്ലീഹ വിളിച്ചു പറയുകയാണ്, സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ. മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി ഈ കാലഘട്ടത്തിൽ അതിശക്തമായ അളവിൽ സകലവിധ അശുദ്ധിയും മ്ലേച്ഛതയും ജഡീകതകളും നിരീശ്വര ചിന്തകളും സെക്കുലറിസവും സീമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സാത്താന് മനസ്സിലായി യേശു ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. നമ്മളെല്ലാം പാടുന്നില്ലേ, കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. അതുകൊണ്ട് തന്നെയാണ് ലോക ചരിത്രത്തിൽ ഇതുവരെ വെളിപ്പെടാത്ത വിധത്തിലുള്ള അശുദ്ധികളും കുടുംബ തകർച്ചകളും രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരവും യുവതലമുറയിൽ വന്നിരിക്കുന്ന ധാർമ്മികമായ അധപതനവും നമ്മുടെ കുഞ്ഞുങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അശുദ്ധമായ പാപങ്ങളും
എല്ലാം ഇന്ന് ഒരുപാട് വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം പിശാച് തന്ത്രപൂർവം ചതിച്ചുകൊണ്ടിരിക്കുക. പ്രിയ സഹോദര സഹോദരി, പിശാചിന്റെ ഏറ്റവും വലിയ പോർക്കളം, യുദ്ധക്കളം എന്ന് പറയുന്നത് കള്ളുഷാപ്പല്ല, വ്യഭിചാരശാലയല്ല. നമ്മൾ പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഈ ലോകത്തിന്റെ പല സ്ഥലങ്ങളല്ല. പിശാചിന്റെ ഏറ്റവും വലിയ യുദ്ധക്കളം എന്റെയും നിങ്ങളുടെയും മനസ്സാണ്, മനുഷ്യ മനസ്സാണ്. നമ്മുടെ മനസ്സിലേക്കാണ് പിശാച് അവന്റെ തീയമ്പുകൾ എഴുതുവിടുന്നത്. നിരാശയുടെ, കാമത്തിന്റെ, വെറുപ്പിന്റെ, അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, നിരീശ്വരത്വത്തിന്റെ വ്യത്യസ്തങ്ങളായ തീയമ്പുകൾ നമ്മുടെ മനുഷ്യ മനസ്സിലേക്കാണ് പിശാച് തൊടുത്തു വിടുന്നത്. പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകത്തിലോട്ട് നിങ്ങൾ വരിക. 8-ാം അധ്യായം 25-ാം വചനത്തിൽ പ്രവാചകനായ ദാനിയേലിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. കൗശലം നിറഞ്ഞ മാർഗങ്ങളിലൂടെ അവൻ അനേകരെ വഞ്ചിക്കും. കൗശലം നിറഞ്ഞ മാർഗങ്ങളിലൂടെ, ഇതാണ് ഇന്ന് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവായ, വ്യാജമായ, തെറ്റായൊരു കാര്യത്തെ റിയലായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് യാഥാർത്ഥ്യമെന്ന് പിശാച് കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ തലമുറ ഇതിന്റെ പുറകെ പോവുകയാണ്. നിരീശ്വര വാദമാണ് ശരി, സെക്കുലറിസമാണ് ശരി, ഞാൻ പ്രാർത്ഥിക്കാത്തവനാണ്, ഞാൻ വചനത്തിൽ വിശ്വസിക്കാത്തവനാണ് എന്നൊക്കെ പറയുന്നത് ഈ തലമുറയ്ക്ക് എന്തൊരു അഭിമാനം പോലെയാ. നമ്മുടെ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു സുഹൃത്ത് ജോർജ് എന്നവന്റെ പേര്, അവൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലുള്ള സ്റ്റുഡൻസ് ഒരുമിച്ച് കൾച്ചർ ഫെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക. പലവിധ പ്രോഗ്രാംസും അവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ജഡ്ജസ് ആയിട്ട് പലരും വന്നിരിപ്പുണ്ട്. ഈ സമയത്ത് ജഡ്ജ് ഒരു പെൺകുട്ടിയോട് അവൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ജഡ്ജ് ചോദിച്ചു, നോഹയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവള് നോഹയോ? ഉടനെ അവൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ബൈബിളൊന്നും വായിക്കാറില്ല, എനിക്ക് ബൈബിളുമായിട്ട് ബന്ധമില്ല. നല്ല കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്. അവള് ആയിരക്കണക്കിന് ഇരിക്കുന്ന തന്റെ ഫ്രണ്ട്സിനെ നോക്കി, ആ ജഡ്ജസിനെ നോക്കി അഭിമാനത്തോടെ പറയണേ, ബൈബിളോ? ഞാൻ ബൈബിളൊന്നും വായിക്കാറില്ല. ബൈബിൾ എന്തോ ഒരു വൃത്തികെട്ട പുസ്തകം പോലെ അവള് പറയണേ. ഉടനെ ജഡ്ജായിട്ട് വന്നിരിക്കുന്ന ആ വ്യക്തി തമാശയ്ക്കാണ് ആയിരിക്കാം പറയണ, ഗുഡ്, വെരി ഗുഡ്, യു ആർ ഗുഡ് ക്രിസ്ത്യൻ, നീയാണ് യഥാർത്ഥ ക്രിസ്ത്യൻ എന്ന്. ഇത് എന്നോട് പങ്കുവെച്ചപ്പോ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇത് ന്യൂയോർക്കിലാണോ നടക്കണേ? ലണ്ടനിലാണോ? നമ്മുടെ കൊച്ചു കേരളത്തില് ഈ വിധത്തിൽ ഇന്ന് എത്തിക്കഴിഞ്ഞു. കൗശലം നിറഞ്ഞ മാർഗങ്ങളിലൂടെ പിശാച് ഈ പുതിയ തലമുറയെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഡിസെപ്ഷൻ നമ്മൾ തിരിച്ചറിയണം. വീണ്ടും വചനം പറയുന്നു, മുന്നറിയിപ്പ് കൂടാതെ അവൻ അനേകരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി 12-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ വചനം വെളിപ്പെടുത്തുകയാണ്. ആ വലിയ സർപ്പം, പുരാതന സർപ്പം, ആ സർപ്പത്തിന്റെ പേരാണ് സാത്താൻ. സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാച് എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. സർവലോകത്തെയും വഞ്ചിക്കുന്ന പുരാതന സർപ്പം. വീണ്ടും 12-ാം വചനത്തോട്ട് വരുമ്പോൾ കാണാൻ പറ്റും, അവിടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ നിങ്ങൾ ആനന്ദിക്കുവിൻ, സ്വർഗവാസികളെ നിങ്ങൾ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ഇന്ന് ഈ ഭൂമിയിലുള്ള മനുഷ്യ മക്കളെ നോക്കി സ്വർഗം വിളിച്ചു പറയാ, നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം, നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. പിശാചിന്റെ ചതികളെ, വഞ്ചനകളെ, തന്ത്രങ്ങളെ തിരിച്ചറിയുന്ന ദൈവിക ജ്ഞാനമുള്ള, പരിശുദ്ധാത്മ അഭിഷേകമുള്ള ദൈവമക്കളായി ഈ കാലഘട്ടത്തിലെ സഭാമക്കൾ രൂപപ്പെടണം. ഹല്ലേലൂയ! ഇതാ നമുക്കിന്ന് ആവശ്യം. ഈ അനോയിന്റിങ് നമുക്കിന്ന് ആവശ്യം. വീണ്ടും അതിനെ വെളിപ്പെടുത്തുന്നു, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്ന് സാത്താന് മനസ്സിലായി. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി തനിക്കധികം നേരമില്ല. അതുകൊണ്ട് ഈ തലമുറയെ എങ്ങനെയൊക്കെ മലിനപ്പെടുത്താൻ പറ്റും അങ്ങനെയെല്ലാം മലിനമാക്കാൻ പരിശ്രമിക്കുകയാ. ഇവിടെ
പ്രിയ മാതാപിതാക്കളെ, പ്രിയ യുവജനങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ദമ്പതികളെ, ബഹുമാനപ്പെട്ട വൈദികർ, സമർപ്പിതർ, ഇവിടെ ഈ സാത്താന്റെ വഞ്ചനയെ തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഒരു മാസം മുൻപ് ഇംഗ്ലണ്ടിന്റെ പല ഭാഗങ്ങളിലും ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു പോകാൻ കർത്താവ് അനുവദിച്ചു. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീമിൽപ്പെട്ട റോയ് ചേട്ടൻ, ഇംഗ്ലണ്ടിൽ നമ്മുടെ ശുശ്രൂഷകളെല്ലാം ക്രമീകരിക്കുന്ന കോർഡിനേറ്ററാണ് റോയ് ചേട്ടൻ. അദ്ദേഹം ലണ്ടനിൽ ടൂട്ടിങ്ങിലാണ് താമസിക്കുന്നത്. റോയ് ചേട്ടൻ എന്നോടൊരു അനുഭവം പങ്കുവെച്ചു. അത് വല്ലാതെ എന്നെ വേദനിപ്പിച്ചു. നമ്മുടെ മലയാളക്കരയിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് പോയവരെ, അവിടുത്തെ ലോക്കൽസ് എന്നല്ല, നമ്മുടെ മലയാളികള്, നല്ല കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നവരെ, അവർ രണ്ട് സുഹൃത്തുക്കള്, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, രണ്ട് സുഹൃത്തുക്കള്, രണ്ടുപേരും അവിടുത്തെ നേഴ്സസ് ആണ്. അവർ അങ്ങനെ ആ നേഴ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പരസ്പരം ആലോചിച്ച് ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. അതിലൊരുത്തം പറഞ്ഞു, നമുക്ക് ചെയ്യാം, എനിക്ക് എൻ്റെ പേരിൽ നമുക്ക് ലൈസൻസ് എടുക്കാം, നിന്റെ പേരിൽ എടുത്താൽ അതിന് കുറച്ച് പ്രാക്ടിക്കലായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് ആ ഷോപ്പ് തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ പേരിൽ കടയുടെ ലൈസൻസും മറ്റു രേഖകളെല്ലാം തയ്യാറാക്കി. രണ്ടുപേരും ഒരുമിച്ച് പൈസ മുടക്കി. അങ്ങനെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ബിസിനസ് വളർന്നു. ഏകദേശം ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞു. ഇതിൽ ഒരു സുഹൃത്തിന്റെ ഭാര്യ പ്രഗ്നന്റായി. അവൾ നാട്ടിൽ പോയി. അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചു. മാമോദീസയുടെ സമയമായപ്പോൾ ഈ സുഹൃത്ത് തൻ്റെ മറ്റേ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ നാട്ടിലോട്ട് പോവാണ് കുഞ്ഞിന്റെ മാമോദീസയ്ക്ക്. ഉടനെ വളരെ സ്നേഹത്തോടു കൂടി ആ സ്നേഹിതൻ പറഞ്ഞു, നല്ല കാര്യം, നീ പോകണം, കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു 2000 പൗണ്ട് എടുത്ത് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഉടനെ ഈ സഹോദരൻ പറഞ്ഞു, ഇത്ര പൈസ ഒന്നും വേണ്ട, പല ചെലവുകൾ അവിടെ ഉണ്ടല്ലോ, നീ ചെന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നടത്താൻ, ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് 2000 പൗണ്ട് എടുത്ത് കയ്യിൽ കൊടുത്തു. ചതി മനസ്സിലാക്കാതെ വളരെ ആത്മാർത്ഥമായ ആ സഹോദരൻ ആ പൗണ്ട് സ്വീകരിച്ച് നാട്ടിൽ വന്നു. ആ കുഞ്ഞിന്റെ മാമുദീസ എല്ലാം വളരെ ആഘോഷമായി മോടിയായി കഴിഞ്ഞു. അങ്ങനെ 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇംഗ്ലണ്ടിലോട്ട്, ലണ്ടനിലോട്ട് തിരിച്ചു വരികയാണ്. അവൻ അവിടെ വന്ന് പിറ്റേ ദിവസം ബിസിനസ് ആ ഷോപ്പിലേക്ക്, കടയിലോട്ട് പോകുന്ന സമയത്ത് കടയിൽ വേറൊരു വ്യക്തി, ഷോപ്പിൽ വേറൊരു വ്യക്തി വന്നിരിക്കുക. ഉടനെ ചോദിച്ചു, നീ ആരാ, എന്താ ഇവിടെ നിൽക്കണേ? ഉടനെ പറഞ്ഞു, ആ വ്യക്തി, ഇന്ന വ്യക്തി, അത് മറ്റേ പാർട്ട്ണറാണ്, എന്നിവിടെ അപ്പോയിന്റ് ചെയ്താണെന്ന് പറഞ്ഞു. ഉടനെ ചിന്തിച്ചു, ഞാൻ അറിയാതെ, എന്നോട് ചോദിക്കാതെ ആരെങ്ങനെ അപ്പോയിന്റ് ചെയ്യണേ? ഉടനെ മൊബൈൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ശരിയാ, ആ വ്യക്തി ഞാൻ തന്നെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കണേ. ഇനി ആ ബിസിനസ്സുമായ കടയുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല. ആ കടയുടെ ലൈസൻസും അതിന്റെ എല്ലാവിധ രേഖകളും എൻ്റെ പേരിലാണ്. നിന്റെ പാർട്ട്ണർഷിപ്പും നിനക്ക് കിട്ടേണ്ട എല്ലാ തുകയും ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 2000 പൗണ്ട് നിനക്ക് തന്നതെന്ന് പറഞ്ഞ് വളരെ വളരെ അധിക്ഷേപിച്ച് തൻ്റെ ആ സുഹൃത്തിനെ ഇറക്കി വിടുകയാണ്. നിയമപരമായി വാദിക്കാൻ ഒരു രേഖയും കയ്യിലില്ല. മാത്രമല്ല അത് ദൈവമക്കൾക്ക് ചേർന്നതുമല്ല. വളരെ വളരെ ദുഃഖത്തോടു കൂടി ആ ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മാമോദീസയൊക്കെ കഴിഞ്ഞ് ഈ സുഹൃത്തിന്റെ ഭാര്യ നാട്ടിൽ നിന്ന് വരുന്നത്. അവളെ സ്വീകരിക്കാനായിട്ട് ഹീത്രൂ എയർപോർട്ടിലോട്ട് അവൻ പോയി. അങ്ങനെ വിമാനം വന്നു, യാത്രക്കാരൊക്കെ ഇറങ്ങി, പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങിപ്പോയി. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണുന്നില്ല. അവൻ ചിന്തിച്ച്, എന്തു പറ്റി? മൊബൈലോട്ടാണെങ്കിൽ വിളിക്കുന്നില്ല, ഇവളെവിടെ പോയേ, എങ്ങോട്ട് നീങ്ങി? ഇവൻ ആകമാൻ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയത്താണ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവന്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നു. ഇനി എന്നെ വെയിറ്റ് ചെയ്യേണ്ട, ഞാൻ ബിജുവിന്റെ കൂടെ പോയി. ബിജു എന്ന് പറയുന്നത് ഇവന്റെ മറ്റേ സുഹൃത്താണ്. ഞാൻ ബിജുവിന്റെ വീട്ടിലേക്ക് പോയി, ഞങ്ങൾ ഇനി ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇവൻ ആകെ ഷോക്കായി. ഒന്ന് ബിസിനസ്സിൽ തനിക്കുണ്ടായ വഞ്ചന, അപമാനം. രണ്ടാമത് സ്വന്തം ഭാര്യ ഇതാ തന്നോട് വഞ്ചിക്കുക, ചതി കാണിക്കുക. വളരെ വേദനിച്ച് അവൻ കഴിയുമ്പോൾ 1 മാസം കഴിഞ്ഞുള്ളൂ അവന്റെ പേരിൽ ഒരു ലെറ്റർ വീട്ടിലോട്ട് വന്നു. അല്ല, കവർ അവൻ തുറന്ന് ആ ലെറ്റർ നോക്കി കഴിഞ്ഞപ്പോൾ DNA ടെസ്റ്റിന്റെ റിസൾട്ടാണ്. DNA ടെസ്റ്റിന്റെ അതിലെഴുതിയിരിക്കുകയാണ്, ഇനി കുഞ്ഞിന്റെ പേരിൽ അവകാശവാദം പറഞ്ഞ് എന്റെ പുറകെ വരണ്ട. ആ കുഞ്ഞ് താങ്കളുടേതല്ല, ആ കുഞ്ഞ് ബിജുവിൻ്റെതാണ്. അതിന് DNA ടെസ്റ്റിന്റെ റിസൾട്ടാണിത്. ഇത് താൻ കണ്ടോന്നും പറഞ്ഞ് പരസ്യമായിട്ട് റിസൾട്ട് കൊടുത്തിരിക്കുക. ആ റിസൾട്ട് അയച്ചിരിക്കുക.
ഞാനിത് കേട്ടപ്പോൾ ആകെ തരിച്ചു പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, DNA ടെസ്റ്റ് അയച്ചിരിക്കുക. ഈ മനുഷ്യൻ 10 മാസം ആ കുഞ്ഞിനെ സ്നേഹിച്ചു, അവളുടെ ഉദരത്തിൽ കൈകൾ വെച്ചു, അതിനെ ഓമനിച്ചു, മാമോദീസ കൊടുത്തു. ആരുടെ കുഞ്ഞിനെ? സ്വന്തം കുഞ്ഞാണോ? ഇതുപോലെ പരസ്യമായി വഞ്ചിക്കുക, ഒരു മടിയില്ലാത്ത വിധത്തിൽ ഇതുപോലെ വഞ്ചിക്കാനും ചതിക്കാനും ഒരു മടിയുമില്ലാത്ത, ഒരു വേദനയുമില്ലാത്ത അവസ്ഥയിൽ ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. വീണ്ടും നിങ്ങളൊരു വചനത്തിലൂടെ കടന്നു വരിക. പൗലോസ് എഫെസോസ്കാർക്ക് ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. നിങ്ങൾ പിശാചിനെ അവസരം കൊടുക്കരുത്. അവസരം കൊടുത്താൽ അവൻ നുഴഞ്ഞു കയറും, അവൻ നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്ന് പല ഭാവത്തിലും, പല രൂപത്തിലും, പല വേഷത്തിലും, പല സംവിധാനത്തിലും പുതിയ പുതിയ നമ്പറുകളുമായിട്ടാണ് പിശാച് ഇറങ്ങിത്തിരിക്കുന്നത്. ഈ വഞ്ചന തിരിച്ചറിയാൻ ദൈവമക്കളായ നമ്മളിൽ ജ്ഞാനവും അഭിഷേകവും വേണം. നമുക്ക് കാണാൻ പറ്റും ഈശോയുടെ ജീവിതത്തിലേക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ വചനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാം, ഈശോയുടെ ജീവിതത്തിലേക്ക് പിശാച് കടന്നു വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. ഞാൻ പറയട്ടെ ദൈവമക്കളെ, പിശാചിന്റെ ഫിലോസഫി ഇഫ് എന്ന വാക്കിലാണ്. എങ്കിൽ ഇന്ന് സാത്താൻ അനേകരുടെ ഹൃദയത്തിൽ ഈ ചോദ്യം കൊളുത്തിടുന്നുണ്ട്. നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിനക്കിത് സംഭവിച്ചു? എൻജോയ് ചെയ്യുക, നിങ്ങൾ ആനന്ദിക്കുക, നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ള പിശാചിന്റെ നുണയുടെ പുറകെ ഇന്ന് അനേകർ പോയിക്കൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഈ തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്ന ഈ ദൈവിക സ്വരം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ദൈവം അനുവദിക്കുകയാണെങ്കിൽ തുറന്നു വരുന്ന എപ്പിസോഡുകളിൽ സാത്താൻ എപ്രകാരമാണ് നമ്മളെ വഞ്ചിക്കുന്നത്, ആ വഞ്ചനയുടെ ഓരോ തലങ്ങളെക്കുറിച്ചും ദൈവവചന അടിസ്ഥാനത്തിൽ പഠിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് നമുക്ക് ഒരുങ്ങാം. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സ്വരം സ്വീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ അതിനായി നമുക്ക് വിശുദ്ധീകരിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. വാനിൽ വാരോളിയിൽ വെൺമേഘച്ചിറകിൽ ഈശോ മിശിഹാ ആഗതനാകുന്നു ഭൂവിൽ. ഈശോ മിശിഹാ ആഗതനാകുന്നു ഭൂവിൽ. പരമപരിശുദ്ധനായ ദൈവം പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ആരാധന ശുശ്രൂഷയിൽ പ്രത്യേകമായി എല്ലാ യുവജനങ്ങൾക്കു വേണ്ടി നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ യുവജനങ്ങളുടെ മേലും കർത്താവിന്റെ അത്ഭുതകരമായ അഭിഷേകം കത്തിപ്പടരുവാൻ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിന്റെ പിടിയിലായിരിക്കുന്ന, വിശ്വാസം നഷ്ടപ്പെട്ട ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളെ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ സാധാന്യ ബന്ധന കെട്ടുകളും ഈ ആരാധന അത്ഭുത നിമിഷങ്ങളിൽ ഛിന്ന ഭിന്നമാകുവാൻ, കത്തിച്ചാമ്പലായി പോകുവാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കും. മക്കളെ, ഇത് ഡെലിവറൻസിന്റെ സമയമാ, ഇത് വിടുതലിന്റെ സമയമാ. അനേകമായിരം ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി കത്തിപ്പടരുന്ന സമയമാണ്. പിശാചിന്റെ അടിമത്ത കെട്ടുകൾ പൊട്ടുന്ന സമയമാണ്. വർഷങ്ങളായി സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ കൃപ പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപബന്ധനത്തിന് പിടിയിലായിരിക്കുന്ന ലൈംഗികമായ വഷളത്തരങ്ങളിലും ജഡമോഹങ്ങളിലും ലോകാസക്തികളിലും അമർന്നു പോയിരിക്കുന്ന ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഈശോയെ ഞങ്ങൾ നിലവിളിച്ച് കരമുയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധീകരിക്കണമേ എന്നെ
ശുദ്ധീകരിക്കണമേ. എല്ലാ പിശാചിന്റെ പിടിയിലായിരിക്കുന്ന ഈ പുതിയ തലമുറയുടെ മേൽ കർത്താവിന്റെ കരം വരാൻ സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഈശോ അനുഗ്രഹിക്കുന്ന സമയം നമ്മുടെ തലമുറകളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും കർത്താവിന്റെ കൃപ ഒഴുകപ്പെടുന്ന സമയം. ഈശോയെ ഈശോയെ പ്രവർത്തിക്കണമേ. എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള, സമൂഹങ്ങളിലുള്ള, ഞങ്ങളുടെ ഇടവകയിലുള്ള, ദേശത്തുള്ള എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾ മാനസാന്തരത്തിലേക്കും വലിയ ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു അഭിഷേകം യുവതലമുറയുടെ മേൽ പകരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ആരാധന ആരാധന ആരാധന.